ഇന്നത്തെ ദിവസം ഒരു വലിയൊരു പ്രത്യേകതയുള്ള ദിവസമായിരുന്നു കേട്ടോ. കാരണം ഒന്നുമല്ല, ഞങ്ങൾ അമ്മമാരും കുട്ടികളും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു ചെറിയൊരു ക്രിസ്മസ് ആഘോഷമാണ്. ഈ ആഘോഷത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നത് ഞങ്ങളുടെ തെറാപ്പിസ്റ്റുകളും അതേപോലെ അവരുടെ ടീച്ചേഴ്സുമാണ്. ഞങ്ങളുടെ ഏത് വിഷമഘട്ടത്തിലും ഞങ്ങൾക്ക് ഓടിച്ചെന്നിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള ഞങ്ങളുടെ തെറാപ്പിസ്റ്റുകളും ടീച്ചേഴ്സും കൂടി ആവുമ്പോൾ പിന്നെ ഈ ആഘോഷത്തിൻ്റെ മധുരം ഒന്നും കൂടി ഇരട്ടിയാവുമല്ലോ. പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അത്. ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒത്തുകൂടുക, സന്തോഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുക, പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ കൂടെ ആടുക, പാടുക, അതൊക്കെ തന്നെയല്ലേ. കൂടെ പാടാനും കൂടെ ആടാനും കുറേ കൂട്ടുകാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതന്നെ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ അങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യവും. ഇല്ലാത്ത കാര്യം ഓർത്തിട്ട് സങ്കടപ്പെടുന്നതിനേക്കാളും നല്ലത് കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് അതിൽ നിന്നും കിട്ടുന്ന സന്തോഷം എല്ലാവരും കൂടിയിട്ട് പങ്കിടുക. അത്രയാണ് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഇവിടെ ടീച്ചർമാർ, അതേപോലെ രക്ഷിതാക്കൾ, പിന്നെ മറ്റേ തെറാപ്പിസ്റ്റുകൾ, അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ഈ ഒത്തുകൂടലിൽ തന്നെ ഞങ്ങളെ തെറാപ്പിസ്റ്റുകൾ ആരാണോ, ടീച്ചർ ആരാണോ, ഞങ്ങൾ രക്ഷിതാക്കൾ ആരാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ. അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. കൂടെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ, അതന്നെ. ഈ നിമിഷങ്ങളെല്ലാം ചിലപ്പോൾ ഒരു ഓർമ്മകളൊക്കെ ആയിട്ട് മാറും. എന്നാലും ഇന്നിവിടെ ഞങ്ങളൊക്കെ ഒത്തുചേർന്ന ഈ സമയമുണ്ടല്ലോ, ഈ സമയം നമ്മൾ ആഘോഷിക്കുക. നാളെ ഉള്ളത് നാളെ, അങ്ങനെ സമാധാനിച്ചിട്ട് നമുക്ക് ഇരിക്കാം അല്ലേ. ഇവിടെ നിങ്ങളീ കാണുന്ന കളിയും ചിരിയും സന്തോഷവും ഇതൊക്കെ അഭിനയമൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ സുന്ദര നിമിഷങ്ങൾ തന്നെയാണ്. അപ്പോൾ നാളെ ഞങ്ങൾക്കിങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതേപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ടും വേണം. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയുള്ള യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കട്ടെ ഞാൻ.